CPIM എന്ന പാർട്ടിക്ക് അധികാരത്തിലിരിക്കുമ്പോൾ PV അൻവർ എന്ന് പറയുന്ന ഒരു MLA മാത്രമായ ഒരു വ്യക്തിയെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയില്ല. പ്രതിരോധിക്കും എന്ന് മാത്രമല്ല, ആ പ്രതിരോധം അൻവർ ഭയക്കുന്നത് പോലെ അഴിക്കുള്ളിലേക്ക് അൻവറിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അത് അൻവർ തന്നെ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ പറയുന്നുണ്ട്. പോലീസുകാർ തന്റെ പിന്നാലെയുണ്ട്. ഈ വാർത്താസമ്മേളനം നടത്താൻ 4:30 എത്തുമോ എന്ന് ഇന്ന് രാവിലെ നമ്മുടെ ഫോൺ ലൈനിൽ പ്രതികരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും, അഴിക്കുള്ളിലായില്ലെങ്കിലും വരും. അപ്പോൾ ഈ രണ്ട് സാധ്യതകളും അൻവർ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം താൻ എതിരിടുന്നത് അല്ലെങ്കിൽ താൻ തിരിച്ചു പറയുന്നത് ആർക്കെതിരെയാണ് എന്ന പൂർണ്ണ ബോധ്യം PV അൻവർ MLAക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ അത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും അൻവറിനെ പ്രതിരോധിക്കാൻ കഴിയും, അൻവർ എന്ന വ്യക്തിയെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇത് ഇപ്പോൾ അരിക്കൊമ്പൻ മാതൃകയിലാണ് ഇപ്പോൾ PV അൻവർ ഇറങ്ങി വന്നിരിക്കുന്നത്. അതായത് വരുന്ന വഴിയിലുള്ളതെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് പോവുകയായിരുന്നു PV അൻവർ. ഇന്നത്തെ വാർത്താ സമ്മേളനം 2 മണിക്കൂർ അത് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കമേഴ്സ്യൽ സിനിമ കാണുന്നത് പോലെ നമ്മൾ ഇരുന്ന് കാണുന്ന രീതിയിൽ, അതിനിടയിൽ പാട്ട് സീൻ പോലെ 2 വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നു, എന്നിട്ട് അതേക്കുറിച്ച് പറയുന്നു, എന്നിട്ട് മാധ്യമപ്രവർത്തകരോട് മറുചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ലോങ് പ്രസ് മീറ്റ് PV അൻവർ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. 2 മണിക്കൂർ അടുപ്പിച്ചുണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനം. ഇതിനകത്ത് നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേര് അൻവർ പറഞ്ഞത് എന്തോ ഒരു വലിയ അപരാധമാണ് എന്ന് പറയാനൊന്നും കഴിയില്ല. കാരണം PV അൻവർ പേര് പറയാത്തതായി ആരാണുള്ളത്? ആവർത്തിച്ച് പേരുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും ഒരു നെയിമിംഗ്, അത് PV അൻവറിന്റെ ആരോപണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആരെയാണോ താൻ പിൻ പോയിന്റ് ചെയ്യുന്നത് അയാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആക്രമണം. അത് മലപ്പുറത്തെ SP ആകട്ടെ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളാകട്ടെ, MR അജിത് കുമാർ, എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു നെയിമിംഗ് എന്ന് പറയുന്നത് അൻവറിന്റെ ഒരു ശൈലിയാണ്. അപ്പോൾ ആ ശൈലിയുടെ ഭാഗമായാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേര് കടന്നു വന്നത്. അത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ, അതായത് പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ ഈ സൈബർ ഇടങ്ങളിൽ ട്രോളുന്നത് പോലെയുള്ള ഒരു മരുമകൻ പരാമർശത്തിലേക്ക് അദ്ദേഹം പോയത് അത് അദ്ദേഹത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളത്, എന്ത് കാര്യം കൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശത്തിലേക്ക് പോയത് എന്നുള്ളത് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ആ ആരോപണങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല. മരുമകൻ പരാമർശമില്ലെങ്കിലും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ നിൽക്കുന്നതാണ്. റിയാസിനെ സംരക്ഷിക്കാനായി മുഖ്യമന്ത്രി BJPയുമായി ഒത്തുതീർപ്പിന് പോയി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ആ സംഭാഷണത്തെ അല്ലെങ്കിൽ ആ ആരോപണത്തെ PV അൻവർ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇനി അക്കാര്യത്തിലൊക്കെ PV അൻവർ ഒരു വ്യക്തത വരുത്തേണ്ടി വരും. എന്താണ് PA മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയുടെ ഇക്കാര്യങ്ങളിലെയൊക്കെ പങ്ക്? നേരത്തെ മകളെ രക്ഷിക്കാൻ എന്നുള്ള വാദമായിരുന്നു BJP ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ഈ ഒത്തുതീർപ്പിനെ കുറിച്ച്, പൂരം കലക്കലിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ അതിൽ ആ സമയത്ത് അന്വേഷണം നടന്നുകൊണ്ടിരുന്ന മാസപ്പടി കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. SFIയുടെ അന്വേഷണം വരുന്നു, പിന്നീട് അന്വേഷണം നിലയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ മകളെ രക്ഷിക്കാൻ എന്നുള്ളത് മാറി മരുമകന് വേണ്ടി എന്നുള്ളതാകുന്നു. MR അജിത് കുമാറിനെയും ഒരു ഇൻലോയാക്കി ചമയ്ക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നു. അതിൽ PV അൻവർ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് എന്തിലേക്കാണ് എന്നുള്ളതിന് ഇന്ന് കൃത്യമായ ഒരു ഉത്തരവില്ല. പല വിഷയങ്ങളിലാണ് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളിലേക്ക് PV അൻവർ ഇന്ന് ശ്രദ്ധയൂന്നുന്നുണ്ട്. അതെ, PV അൻവർ പല വിഷയങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുന്നുണ്ട്. അതായത് നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു വിഷയത്തിന്റെ നോട്ട്ബുക്ക് എടുത്തില്ലെങ്കിൽ പലവക എന്ന് പറയുന്ന റഫ് നോട്ടുണ്ട്. ആ റഫ് നോട്ടിൽ എഴുതുന്നത് പോലെ ആയിപ്പോയി. പല വിഷയങ്ങളിൽ അദ്ദേഹം ഇന്ന് പ്രതികരണം നടത്തിയപ്പോൾ കൃത്യമായി അദ്ദേഹം ടാർഗറ്റ് ചെയ്യേണ്ടതായ പോയിന്റുകൾ ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നതാനും അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ളതാണ്. VS അച്യുതാനന്ദനും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന ആ ഒരു തർക്കകാലമൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ. ആ തർക്കകാലത്ത് ഈ കടലിന്റെ മാർത്തട്ടോട് ചേർന്ന് നിന്നാലേ വെള്ളത്തിൽ തിരയുണ്ടാകൂ, പാർട്ടിയാണ് കടൽ, പാർട്ടിയോട് ചേരാതെ മാറി നിൽക്കുന്നവർ ബക്കറ്റിലെ വെള്ളം എന്ന് പറയുമ്പോൾ അതിന് തിരിച്ചു മറുപടി തൊട്ടടുത്ത ദിവസം കൊടുക്കുന്നത് ഗോർബച്ചേവുമാരുടെ കാലത്ത് കടലും വറ്റിപ്പോകുമെന്നാണ്. സമാനമായ രീതിയിൽ ഒരു ആക്രമണത്തിലേക്കും പ്രത്യാക്രമണത്തിലേക്കും പോകാതെ മുഖ്യമന്ത്രി ഇന്ന് നിശബ്ദത പാലിക്കുന്നുണ്ട്. പക്ഷേ 21-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. PV അൻവർ തുടർച്ചയായി ഇങ്ങനെ പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും വെറുതെ ഇരിക്കില്ല. അതൊരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ആ ഭീഷണി അവിടെ നിലനിൽക്കുമ്പോൾ അൻവറിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള ആ വാദത്തിന് ശക്തിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി 1998 മുതൽ ഈ 2024 വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കൂ. മുഖ്യമന്ത്രി ആയതിനു ശേഷം അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന വേളയിൽ പിണറായി വിജയനെ ഇത്രയ്ക്ക് പച്ചയ്ക്ക് വിമർശിച്ചിട്ടുള്ള ആരാണുള്ളത്? പ്രതിപക്ഷ നേതാക്കളായിരുന്നിട്ടുള്ള ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? VD സതീശന് സാധിക്കുന്നുണ്ടോ? KPCC പ്രസിഡന്റ് K സുധാകരൻ കുറച്ചെങ്കിലും ഒക്കെ പറയാൻ ശ്രമിക്കും എങ്കിൽ പോലും ഇത്രയും വിമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന് BJP അധ്യക്ഷന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഏത് നേതാവിനാണ് ഇന്ന് PV അൻവർ നടത്തിയതുപോലെയുള്ള എങ്ങും
ഒരു പൊതിയും ഇടാതെയുള്ള നഗ്നമായ പരാമർശങ്ങൾ, നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന രീതിയിലാണ് PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനം. യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. ഇപ്പോൾ അങ്ങ് സ്ഥാപിക്കുന്നതിനാണ്. അപ്പോൾ PV അൻവർ അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. അത് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹത്തിന്റെ വാദമാണ്. അപ്പോൾ PV അൻവർ പറയുന്ന കാര്യങ്ങൾ, അതിലെ അന്വേഷണം നടക്കുന്നത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ പോലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പല അന്വേഷണങ്ങൾ വരികയാണ്. അപ്പോഴും അൻവറിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. PV അൻവർ ഈ ഒരു അരിക്കൊമ്പനെ പോലെ ഇങ്ങനെ പാഞ്ഞു കയറുകയാണ്, എല്ലായിടത്തേക്കും പോയി അങ്ങ് കയറുകയാണ്. അപ്പോൾ കരിമ്പിൻ തോട്ടമാണോ വാഴത്തോട്ടമാണോ ആദ്യം നശിപ്പിക്കേണ്ടത് എന്ന് അരിക്കൊമ്പൻ ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ ആദ്യം കരിമ്പിൻ തോട്ടത്തിലേക്ക് കയറും, അത് കഴിഞ്ഞ് ഇപ്പുറത്തെ വാഴത്തോട്ടത്തിലേക്ക് കയറും. രണ്ടും പൂർണ്ണമായും നശിച്ചുമില്ല. അതാണ് ഇപ്പോൾ PV അൻവർ നിൽക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. അതേസമയം PV അൻവറിനെതിരെയുള്ള കാര്യങ്ങൾ അത് ADGP MR അജിത് കുമാർ കൊടുത്ത പരാതിയിലുണ്ട്. അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ഫോൺ റെക്കോർഡ് പുറത്തുവിട്ടതിന്റെ അതിലൊക്കെ വസ്തുത പരിശോധിക്കണമെന്ന് പറഞ്ഞ് MR അജിത് കുമാർ DGPക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുള്ള ഒരു കത്ത് കൂടി അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഗവർണർ പറഞ്ഞു എന്ന് പറയുന്നത് PV അൻവർ ഇന്ന് അവകാശപ്പെടുന്നത് പോലെയാണോ എന്നുള്ളതിൽ വ്യക്തത വരുത്തേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അക്കാര്യത്തിലും ഒരു വ്യക്തത വരും. PV അൻവർ തന്റെ പക്കൽ ഫോൺ ചോർത്തിയ വിവരങ്ങളുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ആയുധം. ആ ആയുധം മുഖ്യമന്ത്രി എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ PV അൻവർ ഇപ്പോൾ നിൽക്കുന്നയിടത്തൊന്നും നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ MV ഗോവിന്ദൻ ഡൽഹിയിലാണ്. പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നുണ്ട്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ യോഗത്തിലേക്ക് ഇവരടക്കം, മുഖ്യമന്ത്രി അടക്കം അവിടെ വന്നു കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ അവർ തമ്മിൽ ഒരു കൂടിയാലോചന നടത്തിയിട്ടായിരിക്കും MV ഗോവിന്ദൻ നാളെ വിശദമായി തന്നെ മറുപടി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടി ശത്രുക്കളുടെ നിലപാടിലേക്ക് PV അൻവർ പോയിട്ടുണ്ട്. അതായത് PV അൻവറിനെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ച വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. PV അൻവർ എന്ന് പറയുന്നത് ഒരു ടൂൾ കിറ്റായി മാറുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ടൂൾ കിറ്റായി PV അൻവർ മാറുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. മുഖ്യമന്ത്രി ഇത്രയും ഒന്നും തുറന്നു വിമർശിച്ച മറ്റൊരു നേതാവ് ഇത് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതെല്ലാം സമ്മതിക്കുമ്പോഴും PV അൻവറിനെ ആയുധമാക്കാനായി ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ അടുത്തേക്ക് അറിഞ്ഞോ അറിയാതെയോ അൻവർ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. PV അൻവർ വലതു പാളയത്തിലേക്ക്, അതായത് കോൺഗ്രസ് പാളയത്തിലേക്ക്, UDF പാളയത്തിലേക്ക് അറിയാതെയാണെങ്കിലും അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം വന്ന ചേരിയാണതെന്ന മുഖ്യമന്ത്രിയുടെ ആ വിമർശനത്തിന് തടയിടാൻ എന്ന വണ്ണം ഇന്ന് കടുപ്പിച്ച് പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് തന്നെ ഒരു തിരിച്ചടിയാകുമോ എന്നുള്ളതും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടതാണ്. കാരണം പാർട്ടിയില്ലാതെ, പാർട്ടിയുടെ അണികളില്ലാതെ PV അൻവറിന് ജയിക്കാൻ കഴിയില്ല. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് 2016 മുൻപ് 2011 മത്സരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് കുറേ ഇടങ്ങളിൽ ചില പോക്കറ്റുകളിൽ വോട്ട് കിട്ടും എന്നല്ലാതെ ജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇടതുമുന്നണിയുടെ പിന്തുണ വന്നപ്പോൾ മാത്രമാണ്. അത് PV അൻവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 2016 2021 അദ്ദേഹം ജയിച്ചത് ഇടതു വോട്ടുകൾ കൊണ്ടാണ്. അണികളുടെയും അനുഭാവിയുടെയും ഒക്കെ മനസ്സിൽ പിണറായി വിജയൻ ഒന്നുമല്ല അവർക്ക് പ്രധാനം പാർട്ടിയാണ്, പാർട്ടിയുടെ ചെങ്കൊടിയാണ്. അതിനെ തള്ളിപ്പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഭരണം കൈയാളുന്ന വ്യക്തിയിലേക്കും ഒപ്പം പ്രസ്ഥാനത്തിലേക്കും ഒരു കരിനിഴൽ പതിപ്പിക്കാൻ PV അൻവറിലൂടെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ PV അൻവറിനെ ആ പാർട്ടിയും അതിൻ്റെ കൂടെയുള്ള അണികളും എൻഡോഴ്സ് ചെയ്യുമോ എന്നുള്ള ചോദ്യം ന്യായമായും അവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പാർട്ടി വിരുദ്ധ നിലപാടിലേക്ക് അൻവർ എത്തി എന്നുള്ളത് പാർട്ടിക്ക് എളുപ്പത്തിൽ തന്നെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. കാരണം PV അൻവർ പറഞ്ഞതിനെയൊക്കെ ഏറ്റെടുത്ത് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇതിനകം തന്നെ കണ്ടു. ഇനി അടുത്ത ദിവസങ്ങളിലും അതുതന്നെയായിരിക്കും മുന്നോട്ട് പോവുക. നിയമസഭയിലും അൻവർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെയും സർക്കാരിനെയും ആക്രമിക്കുമ്പോൾ അത് കണ്ടിരിക്കുന്ന അണികൾ അൻവറിനൊപ്പം നിൽക്കുമോ പാർട്ടിക്കൊപ്പം നിൽക്കുമോ? PV അൻവർ പറഞ്ഞ കാര്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നതിനൊപ്പം തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഈ കാര്യം കൂടി ഞാൻ പറയുന്നത്. എന്തായാലും PV അൻവറും CPIM എന്ന് പറയുന്ന പാർട്ടിയും രണ്ട് തട്ടിലായി കഴിഞ്ഞു. ഇനി ഒരു സ്വതന്ത്ര MLA ആയി, അത് ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുക എന്നുള്ളതൊക്കെ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അൻവറും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ തുറന്നു പറയില്ല. PV അൻവർ മറ്റെന്തോ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ചിലപ്പോൾ എല്ലാവരും പറയാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അൻവർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിലെ ഉന്നതർ എല്ലാവരും തമ്മിലുള്ള ഒരു നെക്സസിനെ കുറിച്ച് അത് പൊതുജനം സംശയിക്കുന്ന ഒന്നല്ലേ. എല്ലാ നേതാക്കളും തമ്മിലുള്ള കേസുകളൊക്കെ എങ്ങനെയാണ് ഈ തേഞ്ഞു മാഞ്ഞ് ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോഴേക്കും അന്വേഷണം നിലച്ചു പോകുന്നത്? ഇപ്പോൾ നോക്കൂ, സിദ്ദിഖിൻ്റെ കാര്യം തന്നെ എക്സാമ്പിളായി എടുക്കൂ. സിദ്ദിഖിനെ എന്തുകൊണ്ടാണ് SITക്ക് പിടികൂടാൻ സാധിക്കാത്തത്? മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. എവിടെയാണുള്ളതെന്ന് പോലും ഒരു SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനകം തന്നെ സിദ്ദിഖിന് അടുത്തേക്ക് എത്തേണ്ടതല്ലേ? എത്താൻ കഴിയുന്നില്ല. സിദ്ദിഖിന് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അന്വേഷിച്ചാലല്ലേ എത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ അന്വേഷിച്ച്
പോകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ പല കാര്യങ്ങളിലും ചിലർക്ക് വേണ്ടി ഫേവേഴ്സ് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം പൊതുജനത്തിന്റെ മനസ്സിൽ കിടക്കുമ്പോഴാണ് പി വി അൻവർ കുറെ കാര്യങ്ങൾ തുറന്നു പറച്ചിൽ നടത്തുന്നത്. അത് ജനങ്ങളിൽ അൻവറിനോടുള്ള വ്യക്തിപരമായുള്ള ഒരു ഇഷ്ടം കൂട്ടും. പക്ഷേ പാർട്ടിക്കും പാർട്ടിയിലെ അണികൾക്കുമിടയിൽ അദ്ദേഹത്തിന് പഴയ സ്വീകാര്യതയിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇതിൽ തുടർഭരണം കൊണ്ടുവന്ന സൂര്യൻ കെട്ടുപോയി എന്നുള്ളതൊക്കെ പിണറായി വിജയനുള്ള ഒരു മുന്നറിയിപ്പാണ്. സൂര്യൻ അണഞ്ഞു എന്ന് അച്ഛനായി കാണുന്ന പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞ ഒരു വ്യക്തി, അതായത് പി വി അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ആധികാരികത വരുന്നത് എന്തുകൊണ്ടാണ്? പി വി അൻവർ കുറച്ചുകൂടി അടുത്തു നിന്നയാളാണ്. ഈ സൂര്യന്റെ അടുത്ത് പോയി അതിന്റെ പ്രകാശമൊക്കെ കണ്ടയാൾ അത് കെട്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത്. ദൂരെ നിന്ന് മാത്രം സൂര്യനെ ഇങ്ങനെ നോക്കി കാണുന്ന മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രകാശം എത്രയുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. സൂര്യനാണോ എന്ന് തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ സൂര്യനാണെന്നും പിതാവാണെന്നും ഒക്കെ കരുതിയിരുന്ന, അങ്ങനെ വാഴ്ത്തിയിരുന്ന ഒരാൾ തന്നെ ആ സൂര്യൻ കെട്ടുപോയി, ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അൻവറിനെ വിശ്വസിക്കാതെ തരമില്ല. കാരണം നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണല്ലോ അൻവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിൽ CPIM-ൽ നിന്ന് മാറി അൻവറിന് ജനങ്ങൾക്കിടയിൽ, അതായത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പെടാതെ നിൽക്കുന്ന നിഷ്പക്ഷരായ ആളുകൾക്കിടയിൽ അൻവറിന് ഒരു സ്വീകാര്യത വരാനുള്ള ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട്. CMA നിങ്ങളുടെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് താഴ്ന്നു എന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളെങ്കിലും സാമാന്യജനം ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണല്ലോ അൻവർ പറഞ്ഞത് എന്ന് കരുതി അൻവറിനൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അൻവർ ഇനി അടിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടി എന്ന് പറയുന്നത് അത് നിറുകന്തലയ്ക്ക് അടിക്കുക എന്ന് പറയും. അതുപോലെയാണ് 11 പേജുള്ള മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അൻവർ പുറത്തുവിടുന്നതോടെ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വായിച്ചിട്ട് കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടു. ചില പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പരാതി, അൻവറിന് മറ്റ് ലക്ഷ്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയും പാർട്ടിയും തങ്ങളുടെ മുന്നിലേക്ക് വന്ന പരാതി എന്താണ് എന്നുള്ളത് പൊതുജനങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അൻവർ അത് പുറത്തുവിടുമ്പോൾ 11 പേജുള്ള പരാതിയിലെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് പി വി അൻവറിനെ സൈബർ വേട്ട നടത്താനാണ്. ആ ഒരു ലിഞ്ചിങ് കൊണ്ടൊന്നും കാര്യമുണ്ട് എന്ന് കരുതുന്നില്ല. കാരണം സൈബർ ഇടത്തിൽ കടന്നൽ രാജ എന്നൊക്കെയാണ് പി വി അൻവർ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള മറുതന്ത്രങ്ങളൊക്കെ അൻവറിൻ്റെ ടീമും എന്തായാലും ചെയ്യും. ഇവിടെ CPIM-ന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു മുഖ്യമന്ത്രിയും ഒപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിയും അടങ്ങുന്ന ഒരു വിഭാഗം നിലകൊണ്ടു എന്ന് പറയുന്ന അൻവറിൻ്റെ ആരോപണം അത് പാർട്ടിയൊക്കെ പരിശോധിക്കേണ്ടതാണ്. തിരുത്തൽ ആവശ്യമുള്ള കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോയാലേ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നതിനപ്പുറം അതിൽ നിന്ന് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത് എടുക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടുക പാർട്ടിക്ക് മുഖ്യമന്ത്രിക്കുമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ എന്തായാലും ഈ മുഖ്യമന്ത്രി ചിരിച്ചു തള്ളിയ MV ഗോവിന്ദൻ കഴമ്പില്ലെന്ന് പറഞ്ഞ പരാതി ഒന്ന് പുറത്തു വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അൻവർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഒരു കാര്യത്തോട്, അതായത് ഉയരാത്ത കൈയും പറയാത്ത നാവും അടിമത്തത്തിൻ്റെതാണ്. അപ്പോൾ അടിമത്തത്തിൻ്റെ ആ ചങ്ങല പൊട്ടിച്ച് ആ ഒരു ഹാൻഡ് കഫിൽ നിന്ന് പുറത്തു വരാൻ അൻവർ ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിക്കൊപ്പം നിന്നുകൊണ്ട് ഒന്നും തിരിച്ചൊന്നും പറയാതെ എല്ലാം കേട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നതല്ല വേണ്ടത്, അഭിമാനമാണ് വേണ്ടത് എന്ന ഒരു സ്വയം തിരുത്തലിന് അൻവർ തയ്യാറായിട്ടുണ്ട്. അത് അച്ഛനായി കണ്ടയാളെ സൂര്യനായി മറ്റ് പലരും വിശേഷിപ്പിച്ചയാളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ആ തള്ളിപ്പറഞ്ഞതിൻ്റെ തിരിച്ചടി അൻവറിനുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. മുൻകാല ചരിത്രവും അതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളുടെ മെറിറ്റ് പരിശോധിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കളം മാറ്റിയത് എന്തിനാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കണം. അതേറെ വൈകാതെ വിശദീകരിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത്. പിന്നെ അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിൻ്റെ സംശയത്തിൽ അൻവറിനെ നിർത്തിയത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചില തെളിവുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതും മുഖ്യമന്ത്രി തുറന്നു പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. അഴിക്കുള്ളിലേക്ക് അൻവറിനെ വിടാനുള്ള ചിലതൊക്കെ മറുഭാഗത്തും കിടപ്പുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ല എങ്കിൽ മുഖ്യമന്ത്രി ഒരിക്കലും ഇതുപോലൊരു സംശയത്തിൽ അൻവറിനെ കൊണ്ടുപോയി നിർത്തില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അന്ന് പഴയൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം പാലിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് മര്യാദയെക്കുറിച്ചാണ് ഈ പരാമർശങ്ങളൊക്കെ നടത്തിയ വേളയിൽ VS-നെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. അതൊന്നും ഇവിടെ മുഖ്യമന്ത്രിക്ക് ബാധകമല്ലേ? അദ്ദേഹവും പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അൻവറിൻ്റെ കാര്യത്തിൽ ഈ പ്രതികരണങ്ങൾ അതുപോലെ തന്നെ ഞാനും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി കൂടിയായ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് എന്നുള്ളതും ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ എന്തായാലും നെല്ലും പതിരും തിരിയണം. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതിൽ പലതും പാർട്ടിക്കുള്ളിലുള്ളവർ, അതുപോലെ തന്നെ അൻവർ ആരോപിച്ചതുപോലെ ഒരു നെക്സസ് ഉണ്ടെങ്കിൽ ആ നെക്സസിൽപ്പെട്ട നേതാക്കളൊക്കെ പറയാൻ മടിച്ച, അല്ലെങ്കിൽ പരസ്പരം ഇങ്ങനെ ഈ പുറം ചൊറിഞ്ഞു കൊടുക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ച് നിൽക്കുന്ന കാലമായതിനാൽ അങ്ങനെ നിന്നുപോയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ജനം തിരിച്ചറിയട്ടെ. അൻവർ പറഞ്ഞതുപോലെ കഴിവുള്ളവർ വരട്ടെ, അത് രാഷ്ട്രീയത്തിലായാലും പദവികളിലായാലും ഒക്കെ. Meet the editors.